അച്ഛന് കൂടെ ാണ് അവിടെ മരിച്ച വിദ്യാർത്ഥി നിതിൻ രാജിന്റെ കുടുംബം അവർ ആ കോളേജിൽ എത്തിയിട്ടുണ്ട്. രജനി, ഏറെ വൈകാരികമാണ് രംഗം. അച്ഛൻ രാജനാണ് ഇപ്പോൾ നിതിൻ രാജ് പഠിച്ച ക്യാമ്പസിലേക്ക് എത്തിയത്. ആദ്യം ഈ അപകടം നടന്ന സ്ഥലം, അതായത് ഏപ്രിൽ 10-ാം തീയതി നിതിൻ രാജ് ഈ റാമ്പിന് മുകളിൽ നിന്ന് താഴേക്ക് വീണ സ്ഥലത്തേക്കാണ് അച്ഛൻ ആദ്യം എത്തിയത്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഈ കാറിൽ നിന്ന് ക്യാമ്പസിലേക്ക് ഇറങ്ങിയത് മുതൽ കരഞ്ഞുകൊണ്ടാണ് അച്ഛൻ ഈ വഴികൾ ഓരോന്നും താണ്ടി ഈ അപകടം നടന്ന സ്ഥലത്തേക്ക്. എന്നിട്ടെന്താ കാര്യോ? അതായത് ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അധ്യാപകനെയോ അധ്യാപികയോ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇവറ്റകളുടെയൊക്കെ സ്വത്ത് പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകൾക്ക് കീഴടങ്ങൂലേ? സ്വത്ത് പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണവും പോയിട്ട് കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ കീഴടങ്ങും. പക്ഷെ അതിനൊന്നും ആരും തയ്യാറല്ല. പണ്ടൊരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറുക്കൻ ഇതേപോലെ കാർ ഇടിച്ചിട്ട് എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ കാർ ഇടിച്ചിട്ട് പിന്നെ ചെറുപ്പക്കാരൻ മരിച്ചു. അതിന്റെ പുറകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അപ്പനെ പോയിട്ട് അറസ്റ്റ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവന്റെ കുടുംബങ്ങളെ മുഴുവൻ അറസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ രാമന്റെ അപ്പന്റെ അപ്പം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചു വരുവായിരുന്നു. അതുപോലെ തന്നെ ലതിയല്ല ദലിതന്റെ അപ്പന്റെ അപ്പം വരെ ഇങ്ങോട്ട് തിരിച്ചു വരുവായിരുന്നു. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഇവറ്റകളെ തുക എന്ന് പറഞ്ഞാൽ പുതിയ കഥകൾ ഉണ്ടാക്കുകയാണ്. അതായത് ആ ചെറുക്കന്റെ അച്ഛനെ കണ്ടില്ലേ നിങ്ങൾ? അയാൾ ഒരു അത്താഴ പ്രശ്നക്കാരനാണ്. അപ്പൊ വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് മക്കളെ പഠിപ്പിക്കുന്നത്. കുറച്ച് കടയൊക്കെ ഉണ്ടാകും. അമ്മയുടെ ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്നെങ്കിലും പൈസ ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ എവിടുന്നെങ്കിലും വാങ്ങിക്കും. അത് എന്ന് പറഞ്ഞാൽ സർവ്വസാധാരണമാണ്. അത് പിന്നെ അത് പറഞ്ഞാൽ പെയിൻ അടക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ആ ഒരു വിഷമം ഉണ്ടാകും. അതുപോലെ തന്നെ വീട്ടിലെ കാര്യം ഓർത്തില്ല വിഷമം ഉണ്ടാകും. അങ്ങനെ മറ്റു പല വിഷമങ്ങളും ഉണ്ടാകും. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴായിരിക്കാം ഇവറ്റകളുടെ വക വിചാരണ, ക്രൂരമായിട്ടുള്ള കൂട്ടവിചാരണ. അതായത് എല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ട് ആ ചെറുക്കനിട്ട് എന്ന് പറഞ്ഞാൽ നടുക്ക് വെച്ചിട്ട് തിന്നുവാർന്ന് ഈ എന്നാ പറയേണ്ടത് ഈ പിശാചുക്കൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ ചെറുക്കനെ തിന്നു. അത്രയേ ഞാൻ പറയുള്ളൂ. ഇവറ്റകളൊന്നും ഒരിക്കലും അധ്യാപകരെന്ന് പറയാൻ പറ്റൂല. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിശാചുക്കൾ എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു 10,000-14,000 ഉറുപ്പ്യ ആണെങ്കിൽ എൻ്റെ മോനെ ഞാൻ അടക്കാം, അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും തരാടാ, നിന്റെ കൂടെ ഉണ്ടറാ, അതല്ലടോ ഒരു അധ്യാപകൻ പറയേണ്ടത്, ഒരു അധ്യാപിക പറയേണ്ടത് അതല്ലേ? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നെന്ന് പറഞ്ഞാൽ ഇവർക്കെല്ലാം പുച്ഛമാണ്. ഇതുപോലെയുള്ള ഒരുത്തനെ കിട്ടിക്കഴിഞ്ഞാൽ നീ എന്തിനാടാ നീയല്ല പഠിക്കാൻ പോകുന്നത്, നിനക്ക് വല്ല കക്ക വാരാൻ പോയിക്കൂടെ, അല്ലെങ്കിൽ നിന്റെ അച്ഛൻ്റെ കൂടെ മേസ്തിരി പണിക്ക് പോയിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അപമാനിക്കല് ഇങ്ങനെയുള്ള ചില അധ്യാപകരുടെ തോന്നിയവാസമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതുവരെയായിട്ടൊന്നും ഐറ്റുകളെ പിടിക്കാൻ പോലും കിട്ടിയിട്ടില്ല. പിന്നെ ഈ മാനേജ്മെന്റിന്റെ എടുക്കാന്ന് പറഞ്ഞാൽ സർവത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഡായിപ്പാണ്. ഉഡായിപ്പ് എന്ന് പറഞ്ഞാൽ വെളിയിൽ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും തന്നെ അവരെ പുറത്താക്കുകയും ചെയ്തത്. അതുമാത്രവുമല്ല, 2 അധ്യാപകരെ പുറത്താക്കി എന്നാ പറയുന്നത്. ഇനിയിപ്പോഴും തിരിച്ചെടുക്കുമെന്ന് അറിയില്ല കേട്ടോ. ഉള്ളിലോട്ട് ചിലപ്പോൾ തിരിച്ചെടുക്കും. ഇതെല്ലാം ഒന്ന് കഴിയട്ടെ മക്കളെ, ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വാ, ഞങ്ങൾ തിരിച്ചെടുക്കാമെന്ന് ഈ മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ടാവും. കാരണം എന്താ? ഉളുപ്പില്ലാത്ത മാനേജ്മെന്റ് ഒരുപാട് തട്ടിപ്പിലൂടെയാണ് ആ ഒരു മെഡിക്കൽ കോളേജ് തന്നെ അവിടെ നിൽക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവിടെ ആ മെഡിക്കൽ കോളേജിന് പൂട്ടിയിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒരാൾക്ക് പോലും ജീവൻ പോകാൻ പാടില്ല. അവിടെയുള്ള ക്രൂരമായിട്ടുള്ള വിചാരണകൾ എന്തെങ്കിലും ഉൾപ്പുണ്ടോ ഇവറ്റകൾക്ക്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കടാ. ഒരു അമ്മയല്ലേ ഒന്നില്ലെങ്കിൽ ആ സ്ത്രീയാർന്ന്. അതുപോലെ തന്നെ ഇവൻ പിന്നെ അച്ഛനല്ല, പോട്ടെ, അവനെന്തോ ആയിക്കോട്ടെ, ആ അമ്മയല്ലേ ആ സ്ത്രീയാർന്ന്. എന്നിട്ടും ആ സ്ത്രീയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ആ പയ്യനെന്ന് പറഞ്ഞാൽ കൊത്തിപ്പറിക്കാൻ വേണ്ടിയിട്ട് അവനെ കൊത്തിപ്പറിച്ചു എന്ന് പറയും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ ഇവരുടെ സ്വഭാവം എന്താ അറിയാം, ഈ അധ്യാപകരെയും മറ്റുള്ളവരെയൊക്കെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ഭയങ്കര മിടുക്കന്മാർ തന്നെയാണ്. പണ്ട് സിദ്ധാർത്ഥന ഇതുപോലെ തന്നെ 3-4 ദിവസം വിചാരണ നടത്തി കൊലപ്പെടുത്തി. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇവരെന്താ പറഞ്ഞത്? സിദ്ധാർത്ഥൻ പെണ്ണ് പിടിക്കാൻ പോയിന്, സിദ്ധാർത്ഥന് ആ പണിയായിരുന്നു, സിദ്ധാർത്ഥന് ഈ പണിയായിരുന്നു. അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ചെറുക്കൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് ഏതോ ഒരു ലോണിന്റെ ആപ്പും കൊണ്ടുവന്ന്, ലോണിന്റെ ആപ്പ് ഭീഷണി ഉണ്ടെങ്കിൽ പോട്ടെ, അത് വേറെ തരത്തിൽ പോട്ടെ. ഈ അധ്യാപകർ എന്തിനാണ് ഇത്രയും വിദ്യാർത്ഥികളെ വളരെ മോശമായ രീതിയിൽ അപമാനിക്കുന്നത്? അവിടെ എന്ന് പറഞ്ഞാൽ നിതിൻ രാജ് എന്ന് പറയുന്ന ഒരുത്തൻ മാത്രമാണോ അവിടെ ഇത്ര ഭയങ്കരമായിട്ട് പരാതി പറഞ്ഞത്? ഒരിക്കലുമല്ല. അവിടെയുള്ള ഒരുപാട് കുട്ടികൾ പരാതി പറയുന്നില്ലേ? ഒരുപാട് പെൺകുട്ടികൾ വന്ന പരാതി പറയുന്നില്ലേ? അവരെ ബോഡി ഷെയ്മിങ് നടത്തിയിട്ടുണ്ട്. വേറെ പുറത്തെങ്ങാറ്റാണെങ്കിലും എന്ന് പറഞ്ഞാൽ ഈ അധ്യാപകൻ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ പോണ്ടവനാണ്. അപ്പൊ അത്രയും ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിയ ഈ രാമനാന്ന് റാമെന്നൊന്നല്ല, രാമോന്റെ കോപ്പായിട ഈ രാമനെ എന്തിനാണല്ലോ സംരക്ഷിക്കുന്നത്? രാമനെ ആരാണ് ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നത്? അവറ്റകളെ മുഴുവൻ പിടിച്ച് ജയിലിലിടും. ഒരുപക്ഷെ രാമന്റെ കുടുംബത്തിനെ മുഴുവൻ തെരുവിലൂട്ടം നടത്തിച്ചിട്ട് ജയിലിടണം എന്നാണ് ഞാൻ പറയുന്നത്. അതായത് അത്രയും നികൃഷ്ട ജീവിയായ രാമനും കുടുംബത്തിനൂടെ ജീവിക്കാനുള്ള അർഹത പോലുമില്ല. അത്ര നികൃഷ്ട ജീവിയാണ് അവനൊക്കെ. അവൻ ഡോക്ടറല്ല.
അവൻ ഡോക്ടർ പോയി അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെകുത്താനാണെന്നേ ഞാൻ പറയുള്ളൂ. അത്രമാത്രം ഇത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പിശാജ് ഡോക്ടർ എന്ന സ്ത്രീയുടെ പേര് അവറ്റകളും ഈറ്റകളിലൊക്കെ ഒളിവിലാണെന്ന് പറയുന്ന അവരെ പിടിച്ച് ഞാൻ പറഞ്ഞില്ലേ എല്ലാവരെയും ഭർത്താവിനെയും മക്കളെ വരെ പിടിച്ച് കൊണ്ടുവന്നിട്ട് ജയിലിടണമായിരുന്നു. അത്രമാത്രം നികഷ്ട അവറ്റകൾ ആരെങ്കിലും പിടിച്ചു വെച്ചിട്ടുണ്ടാവുക. അതായത് നമ്മളിപ്പോൾ ഒരു പ്രതിനെ ഒളിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതും കേസ് തന്നെയല്ലേ. അത് ആ കേസൊക്കെ വെച്ചിട്ട് ചാമ്പണായിരുന്നു അങ്ങനെ ഭയങ്കരമായിട്ട്. പക്ഷെ ഇവരൊന്നും ചെയ്യത്തില്ലടേ. അതാണ് ഏറ്റവും വലിയ കഷ്ടമായിരുന്നു. ആ മനുഷ്യൻ അവിടെ വന്ന് കുറേ കരിഞ്ഞു എന്നല്ലാതെ അയാൾക്ക് വലിയ ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ മാധ്യമങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോകും. ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ മാധ്യമ ശ്രദ്ധ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ തന്നെ അറിയുന്നത്. ഇല്ല നമ്മളറിയോ? ഇന്നിപ്പോഴാ പയ്യൻ്റെ അച്ഛൻ അവിടെ വന്ന് പിന്നെ ഒരുപാട് കരഞ്ഞ് ഇതാക്കി പോയതൊക്കെ നമ്മളെങ്ങനെയാണ് അറിഞ്ഞത്? ഈ ഒരു മാധ്യമം ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മളാരും അറിയത്തില്ല. ഇനിയിപ്പോഴും വേറൊരു കേസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 14-ാം തീയതി ഇപ്പോൾ 4-ാം തീയതി വോട്ടെണ്ണലാണ്. വോട്ടെണ്ണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അതുവഴി അങ്ങ് പോയി. അത് കഴിഞ്ഞ് ഒരാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിസഭാ രൂപീകരണം, ചർച്ചകൾ, അതുകൾ, വോട്ട് കുറഞ്ഞത്, പിന്നെ മുന്നണി മാറ്റങ്ങൾ, അതുപോലെ തന്നെ വോട്ടിങ്ങിന് ഇടയുണ്ടായ ഇനി കുറേ കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പം അങ്ങനെയൊക്കെ കൊണ്ട് നമ്മളൊക്കെ ബിസിയാകും. അപ്പോഴൊക്കെ ജിതിൻ രാജി എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ നമ്മളെല്ലാവരും മറന്നിട്ടുണ്ടാകും. നമ്മൾ വേറൊരു വഴിക്ക് പോകും. അതാണ് ഞാൻ പറയുന്നത്. നീതിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകലെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ട ഒരു വിദ്യാർത്ഥി മരിച്ചിട്ട് ഇന്നത്തേക്ക് എത്ര ദിവസമായി, എന്നിട്ട് എന്താണ് ഇവർ ചെയ്തു കൂട്ടിയത്? ഒരു മണ്ണും ചെയ്യത്തില്ല. ഇത് തന്നെയാണ് സിദ്ധാർത്ഥൻ്റെ കേസ് പോലെ തന്നെ ഇതും അങ്ങ് നമുക്ക് മൂലക്കേക്ക് അങ്ങ് മാറ്റിവെക്കാൻ കഴിയും. പക്ഷേ ഞാൻ പറയുകയാണ്, പ്രിയപ്പെട്ട അച്ഛനമ്മമാരെ നിങ്ങൾ ഉണരണം. അതായത് 2026 1995 2000 2023 അല്ല 2026 നമുക്കെല്ലാം കുറച്ചൊക്കെ ബുദ്ധിയും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഇനിയും ഇവറ്റകളുടെ ഒന്നും അടിമയായി നിൽക്കേണ്ട ഒരാവശ്യവുമില്ല. ഈ അധ്യാപകന്മാരൊന്നും പറഞ്ഞാൽ വലിയ പുള്ളികളൊന്നുമല്ല. പഴയ പോലെ സ്നേഹമോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രതിരോധിക്കുക തന്നെ വേണം. അതായത് നമ്മൾ കൃത്യമായിട്ടും തന്നെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും മക്കൾക്കുണ്ടെങ്കിൽ നമ്മൾ ആ സ്കൂളിൽ പോയിട്ട് അധ്യാപകരോട് ചോദിക്കണം എന്താണ് സംഭവം. ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വേർപെട്ട് നിൽക്കരുത്. ഇപ്പോഴും തന്നെ എൻ്റെ അഭിപ്രായം തന്നെ നിതിൻ രാജിനെ പോലെയുള്ള ആൾക്കാർ പഠിക്കുന്ന ആ ഗ്രൂപ്പ് എല്ലാവരും കൂടി ചേർന്ന് അച്ഛനമ്മമാരെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എല്ലാ അച്ഛനമ്മമാരും പോകണം. അതിന് വലിപ്പ ചെറുപ്പം ഉണ്ടാക്കാൻ പാടില്ല. തങ്ങളുടെ കുട്ടിയാണെന്ന് ഓരോ മാതാപിതാക്കൾക്കും ഓർമ്മ വേണം. അങ്ങനെ എന്ത് പ്രശ്നമാണെങ്കിലും ഇപ്പം നിതിൻ രാജിന് അതുപോലെയുള്ള ഒരു പ്രശ്നം ഉണ്ടായി, ശരിയാണ്. മനുഷ്യന്മാരാണ്, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ആദ്യമായിട്ടൊന്നല്ല ഒരു മനുഷ്യൻ കടം മേടിക്കുന്നത്. കടം മേടിക്കാതെ മനുഷ്യന്മാരുണ്ടോ? ഒരുപാട് പേര് കടം മേടിക്കും. ഇനി കടം വാങ്ങിച്ചത് തെറ്റാണ്. കടം മേടിച്ച് കുടുംബത്തിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടാണ് 14,000 രൂപ മേടിച്ചിട്ടാണ് ഇത് മരിച്ചത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും അത് വിശ്വസിക്കാൻ കഴിയുമോ? അധികമായിട്ട് ഉടായിപ്പല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരെല്ലാവരും കൂടിയിട്ട് ഇപ്പോഴും ആ പാവപ്പെട്ട ചെറുപ്പക്കാരനെയാണ് ബലിയാടാക്കാൻ പോകുന്നത്. അതായത് അവൻ ലോണാപ്പിൻ്റെ ഭീഷണിയാണ്. മണ്ണാൻ കട്ടയാണ്. ലോണാപ്പിൻ്റെത് ഒരു സൈഡിലുണ്ട്. അതുമാത്രമല്ല ഇവൻ വിശ്വസിച്ച ഇവൻ പിന്നെ സ്നേഹിച്ച ഇവൻ്റെ അധ്യാപകർ അവിടെ കൊത്തിപ്പറിക്കാൻ നിന്നത് ലോണാപ്പിനെക്കാട്ടിയും വലിയ ഭീഷണിയായിട്ടാണ് ഇവനൊന്ന് തോന്നിയത്. നിങ്ങൾ കണ്ടതല്ലേ ആ CCTV ദൃശ്യങ്ങളിൽ നിങ്ങൾ കണ്ടതല്ലേ എന്തൊക്കെ ഇവറ്റകൾ 3-4 ആൾക്കാർ അവിടെ കിടന്ന് ആ കൊത്തിപ്പറിക്കാൻ നോക്കുന്ന കഴുകന്മാരാണ് ഇവർ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത്ര വളരെ മോശമായ തരത്തിൽ ആ ഒരു പയ്യനെ കൊണ്ട് ഇവരെല്ലാവരും കൂടി അങ്ങനെ ചെയ്യിച്ചാന്നേ ഞാൻ പറയുള്ളൂ. ഇനിയിപ്പോഴും തന്നെ ഇവൻ്റെ അച്ഛൻ പറയുന്നത് പോലെ തള്ളിയിട്ടാന്നൊന്നും പറയാൻ പറ്റൂല. ഇനി എന്തെങ്കിലും കാണാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആരെയും കണ്ടിരുന്നോ, അല്ലെങ്കിൽ കാണാൻ കഴിയാത്ത സാഹചര്യം എന്തെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ, മാഷോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നൊക്കെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ കണ്ടിട്ട് ചിലപ്പോഴും തന്നെ ആ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ചെയ്തതാണോ എന്നുള്ളൊരു സംശയം കൃത്യമായിട്ട് നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ കുടുംബക്കാരെയോ ആരെയെങ്കിലും പിടികൂടി കഴിഞ്ഞാൽ ഇവൻ മാളത്തുനിന്ന് പുറത്തു വരും. അല്ലാതെയൊന്നും ഇവന് മാളത്തുനിന്ന് പുറത്തു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നന്ദി, നമസ്കാരം. ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ തന്നെ പറ. ബൈ ബൈ.